സ്ഥിരം സീരിയലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ശങ്കരനാണെങ്കിൽ അവിടെ ഇരുന്ന് പേപ്പർ നോക്കുമ്പോഴത്തേന് നമ്മുടെ മുത്തശ്ശിയും അമ്മയും കൂടെ അങ്ങോട്ടേക്ക് കടന്നു വരുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുത്തശ്ശി ശങ്കര വിക്രത്തിൻ്റെ വിധി നാളെ പറയുമല്ലേ, വേദ പോലീസിന് മൊഴി കൊടുത്തെങ്കിലും വേദ കോടതിയിൽ വന്ന് മൊഴി പറയുമെന്ന് ഞാൻ കരുതിയില്ല. അപ്പോൾ നമ്മുടെ ശ്രീകാന്തും വർഷയും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് കേട്ടോ. ഞാനാണെങ്കിൽ ഒന്നും പറയുന്നില്ല കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേന് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുമുണ്ട്, അതേപോലെ കേസ് നോക്കുന്നുമുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയും, ഇങ്ങനൊരു കേസ് ഈ വീട്ടിൽ പതിവുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ നമ്മുടെ അമ്മ, വേദയുടെ അമ്മ പറയുവാണ്, ശങ്കരേട്ട ചോദിക്കുന്നത് ശരിയല്ലെന്നറിയാം, എന്നാലും ചോദിക്കുവാണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കുവാണ്, വിക്രത്തിന് പരമാവധി ശിക്ഷ തന്നെയായിരിക്കുമോ? അപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ പറയും, അതിന് ക്രിമിനൽ കുറ്റമല്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മുത്തശ്ശി പറയും, എന്തായാലും അവൻ വേദയുടെ ഭർത്താവല്ലേ. അപ്പോൾ ശങ്കരൻ പറയും, എന്നാൽ നാളെ മുതൽ അമ്മ കോടതിയിൽ പോ, എനിക്ക് പകരം. ബന്ധത്തിൻ്റെ വിലയും എല്ലാം വെച്ച് അമ്മ കോടതിയിൽ നിന്ന വിധി പറയുക. അപ്പോൾ നമ്മുടെ വർഷ പറയും, സത്യത്തിൽ അമ്മയും എന്ത് ചതിയാണ് ചെയ്യുന്നതെന്ന് അറിയുമോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണേ. അപ്പോഴത്തേനും നമ്മുടെ വീട്ടിലെ കോളിംഗ് ബെൽ ആരോ അടിക്കുവാണ്. അപ്പോൾ അച്ഛൻ പറയും, വർഷയായിട്ട് ചെന്ന് നോക്കാനായിട്ട് പറയുമ്പോഴത്തേനും വർഷ ചെന്ന് നോക്കുമ്പോൾ അവിടെ വന്നിരിക്കുന്നത് നമ്മുടെ MLA വാസവനാണ് കേട്ടോ. നിങ്ങളെല്ലാവരും റൂമിൽ ചെല്ലുമെന്നും പറഞ്ഞ് സ്ത്രീകളെ അവിടെ നിന്ന് മാറ്റി വിടുക കേട്ടോ. അപ്പോൾ അവരെല്ലാം കൂടെ അകത്തേക്ക് പോകുമ്പോഴത്തേനും നമ്മുടെ ശങ്കരനാണെങ്കിൽ ശ്രീകാന്തിനോട് പറയും, ശ്രീകാന്തെ നീ ചെന്ന് ആരാന്ന് നോക്ക് എന്ന് പറയും. അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് വെളിയിലേക്ക് പോകുമ്പോൾ MLA തിരിഞ്ഞ് നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ എന്താ കാര്യം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വന്ന സമയം തെറ്റായി പോയില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുവാണ് നമ്മുടെ MLA. വാസവൻ പറയും, ഞാൻ ജഡ്ജിയമ്മാനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മുടെ ഇവൻ പറയുവാണേ, ശ്രീകാന്ത് പറയുവാണ്, അച്ഛനെ ഇപ്പോൾ കാണാൻ പറ്റില്ല. അപ്പോൾ MLA ഉടനെ പറയും, അതെങ്ങനെ ഇത്രയും ദൂരം വന്നിട്ടൊന്ന് കാണാതെ പോയാൽ എങ്ങനെ ശരിയാവുമെന്ന് പറയുവാണ്. ഒന്നുമില്ലെങ്കിലും ഈ നാട്ടിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത MLA അല്ലേ ഞാൻ. അപ്പോൾ MLA അല്ല, അങ്ങ് പാർലമെൻറ്റിൽ. ആ കാര്യം എന്നും പറഞ്ഞ് നമ്മുടെ ശങ്കരൻ അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേനും MLA പറയുവാണ്, രാഷ്ട്രീയക്കാരും നിയമവും എല്ലാം ഒരുമിച്ച് പോകുന്നതല്ലേ നല്ലത് എന്നിങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ ശങ്കരൻ പറയും, നിങ്ങളുടെ മകൻ്റെ കേസ് എൻ്റെ കോടതിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വിധി പറയുന്ന ആളാണ് ഞാൻ. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ നിങ്ങൾ ഇവിടെ വന്നത് ശരിയാവുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? MLA ആയിട്ട് നിങ്ങൾക്കത് അറിയാൻ പാടില്ലെന്നുണ്ടോ എന്നിങ്ങനെ ശങ്കരൻ ചോദിക്കുമ്പോഴത്തേനും നമ്മുടെ MLA പറയും, എനിക്കറിയാം സാർ, പക്ഷേ ഞാനൊരു അച്ഛനായി പോയില്ലേ. മരണത്തിനും ജീവിതത്തിനും ഇടയിൽ എൻ്റെ മകൻ കിടന്ന് പിടയ്ക്കുവാണ്. അതിന് കാരണമായവന് തക്ക ശിക്ഷ കിട്ടിയാലേ എനിക്ക് സമാധാനമാകത്തുള്ളൂ. അതിന് നമ്മുടെ ശങ്കരൻ പറയും, എന്ത് ചെയ്യണമെന്ന് എന്നെ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണെന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ നമ്മുടെ MLA പറയും, അല്ല സാറേ, നിങ്ങളുടെ അമ്മയും ഭാര്യയും എല്ലാം അവന് സപ്പോർട്ട് ചെയ്യുമെന്നറിയാം. ഇപ്പോൾ സാറിൻ്റെ മനസ്സ് മാറുമോ എന്ന് എനിക്കൊരു പേടി എന്നിങ്ങനെ പറയും. അപ്പോഴത്തേനും നമ്മുടെ ശ്രീകാന്ത് പറയും, എൻ്റെ അച്ഛനൊരു കേസ് എങ്ങനെ വാദിക്കണമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം, അത് നിങ്ങൾ പഠിപ്പിക്കേണ്ട എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ ശങ്കരനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് പറയുവാണ്, ഗെറ്റ് ഔട്ട് എന്ന് പറയും. അപ്പോഴത്തേനും ഗെറ്റ് ഔട്ട് എന്ന് കേട്ടിട്ടും നമ്മുടെ MLA ആണെങ്കിൽ അവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ശങ്കരന് ദേഷ്യം വരും. ഒന്നും കൂടെ ഉച്ചത്തിൽ തന്നെ ഐസിയെ ഗെറ്റ് ഔട്ട് എന്നിങ്ങനെ പറയുമ്പോഴത്തേനും ഒക്കെ കേട്ടിട്ടും MLA ആണെങ്കിൽ ചിരിച്ചുകൊണ്ടാണ് കേട്ടോ വെളിയിലേക്ക് ഇറങ്ങി പോകുന്നത്. പിന്നീട് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ശ്രീനിസാറിൻ്റെ വീടാണ് കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് അവിടെ നമ്മുടെ ശ്രീനിസാറിൻ്റെ വൈഫും വേറെ പാർട്ടി പ്രവർത്തകരെയെല്ലാം നമുക്കവിടെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ശ്രീനിസാറാണെങ്കിൽ ശ്രീനിസാറിൻ്റെ ഭാര്യയോട് ചോദിക്കുവാണ്, നാളെ കഴിഞ്ഞാൽ ഞാൻ അവനോട് ഞാൻ എന്ത് പറയും സുമയെന്ന് ചോദിക്കും. അപ്പം നമ്മുടെ സുമ പറയും, വക്കാലത്തൊഴിയാൻ പോവുകയാണെന്ന് തന്നെ പറയണം. അപ്പോൾ നമ്മുടെ ശ്രീനിസാർ ചോദിക്കും, നിനക്കിതെങ്ങനെ ഇത്ര ഈസി ആയിട്ട് പറയാൻ കഴിയുന്നു എന്ന് ചോദിക്കും. അന്നേരപ്പോഴത്തേനും അവൻ ഇത്രയും നാൾ നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുള്ളതാണെന്നിങ്ങനെ പറയുവാണ് കേട്ടോ നമ്മുടെ ശ്രീനിസാർ. വേദയുടെ മൊഴി ഇത്രയും ശക്തമായി നിൽക്കുന്നിടത്തോളം കാലം അവനെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് വക്കീലിന് മനസ്സിലായി കാണും. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഒഴിവാകാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മറ്റേ പുളിക്കൽ പറയും, നമുക്കെന്നാൽ വേറൊരു വക്കീലിനെ വെച്ചാലോ എന്നിങ്ങനെ ചോദിക്കുവാണ്. വേദയുടെ സാക്ഷിമൊഴി അങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം വിക്രത്തിന് ഒന്നും പറ്റാൻ പോകുന്നില്ല. വേറെ ഏത് വക്കീലിനെ വെച്ചാലും ഇത് തന്നെയായിരിക്കും അവസ്ഥ. അപ്പോൾ നമ്മുടെ സുധ പറയുവാണ്, എന്നാൽ നിങ്ങൾ പിന്നെ വേദേനെ സ്വാധീനിച്ച് അവളുടെ സാക്ഷിമൊഴി മാറ്റാൻ നോക്കുന്നിങ്ങനെ പറയും. അപ്പോൾ പറയും, അവളുടെ സാക്ഷിമൊഴി ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്നിങ്ങനെ ശ്രീനിസാർ പറയുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സുധ പറയും, എന്നാൽ പിന്നെ അവൻ ജയിലിൽ തന്നെ പോട്ടെ, നമുക്ക് എന്നിട്ട് ഹൈക്കോർട്ടിൽ അപ്പീലിന് പോകുമ്പോൾ വേറെ വക്കീലിനെ വെക്കുക എന്നിങ്ങനെ പറയുവാണ്. നിങ്ങൾ MLA വാസവനെ പിണക്കാൻ നിൽക്കേണ്ട എന്നിങ്ങനെ നമ്മുടെ സുധ ശ്രീനിസാറിനോട് പറയുവാണ്. അപ്പോൾ ശ്രീനി പറയുവാണ്, അവൻ ഇന്നലെ പൊട്ടിമുളച്ചൊരു തകരയാണ്, ഞാനിത് തുടങ്ങിയിട്ട് 4 വർഷത്തോളമായി എന്നിങ്ങനെ പറയും. അപ്പോഴത്തേനും നമ്മുടെ സുധ പറയും, പക്ഷേ നമുക്ക് ഇന്ന് വരെ ഇയാളെപ്പോലൊരു വ്യക്തിയുമായിട്ട് ഇടപെടേണ്ടി വന്നിട്ടില്ലല്ലോ, അദ്ദേഹത്തെ പിണക്കുന്നത് ശരിയല്ല, അതാണെങ്കിൽ അത്യാവശ്യം കാശും സ്വാധീനമെല്ലാം ഉള്ള ആളല്ലേ. അപ്പോൾ നമ്മുടെ പുളിക്കൽ പറയും, നേരാണ് ശ്രീനിസാറേ എന്ന് പറയുവാണേ. എന്തായാലും അദ്ദേഹത്തിൻ്റെ മകനല്ലേ മരിക്കാറായ അവസ്ഥയിൽ കിടക്കുന്നത്. അപ്പോൾ അവിടെ പെട്ടെന്ന് പറയും, മരിക്കാറൊന്നും ആയിട്ടില്ല സാറെന്ന് പറയുവേ. അപ്പോൾ നമ്മുടെ ശ്രീനിസാർ പറയുവാണ്, നമ്മളും കൂടെ പറഞ്ഞിട്ടല്ലേ വിക്രം ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. അപ്പോൾ നമ്മുടെ സുധ പറയുവാണ്, എന്നാലും അങ്ങനെ പറഞ്ഞാലും ചെയ്യുന്നതിനൊരു മയവില്ലേ, ഒരാളെ തല്ലിക്കൊല്ലാറാക്കിയിട്ടാണോ അങ്ങനെ
ചെയ്യേണ്ടത് എന്നിങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ നിങ്ങളെന്തായാലും MLA പിണക്കുന്നത് ശരിയല്ല എന്നിങ്ങനെ തന്നെയാണ് കേട്ടോ സുധ പറയുന്നത്. നമ്മുടെ ശ്രീനി സാർ ചോദിക്കുവാണ്, നിനക്കെന്താ പേടിയുണ്ടോ? അപ്പോൾ നമ്മുടെ ഇത് പറയുവാണ് കേട്ടോ, പേടിയൊന്നുമല്ല, നമ്മുടെ തരത്തിനൊപ്പം നിൽക്കുന്ന ആൾക്കാരെ വേണം നമ്മൾ നോക്കാൻ. വിക്രം നമ്മുടെ കൂടെ നിൽക്കുന്ന ആളായതുകൊണ്ട് സഹായിക്കാൻ വേണ്ടി മാത്രം കൂടെ നിൽക്കുന്നു എന്നേ കരുതാവുള്ളൂ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കമലയാണ് കേട്ടോ. കമലയാണെങ്കിൽ ഭക്ഷണമൊന്നും കഴിക്കാതെ ഇങ്ങനെ വിക്രത്തിനെ കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മാഷ് ശ്രീജേടത്തിയോട് ചോദിക്കും, വേദ കഴിച്ചോ എന്ന് ചോദിക്കും. അപ്പോൾ ശ്രീജേടത്തി പറയും, ഇല്ല, ഞങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ച് കഴിച്ചോളാം എന്ന് പറയും. അപ്പം നമ്മുടെ മാഷാണെങ്കിലും കമലയോട് പറയുവാണ്, നീ എന്തെങ്കിലും ഫുഡ് കഴിക്കണം, ഇല്ലെങ്കിൽ നാളെ തൊട്ട് ഞാനും ആഹാരം കഴിക്കുന്നത് നിർത്തും എന്നിങ്ങനെ നമ്മുടെ മാഷ് പറയുവാണ് കേട്ടോ. ഇങ്ങനെ ഓരോ കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാട്ടോ നമ്മുടെ MLA മാഷിൻ്റെ വീട്ടിലേക്ക് വരുന്ന കേട്ടോ. അപ്പോൾ കോളിംഗ് ബെല്ല് കേൾക്കുമ്പോഴത്തേനും വെളിയിലേക്ക് പോകാൻ മാഷ് വെളിയിലോട്ട് പോകാൻ പോകുമ്പോഴത്തേനും നമ്മുടെ ശ്രീജേടത്തി പറയും, നമ്മുടെ നന്ദിനി പോയി നോക്കാമെന്നും പറഞ്ഞിട്ട് പോയി നോക്കുവാണ്. അപ്പോൾ വാതിൽ തുറക്കുമ്പോഴത്തേനും അവിടെ നമ്മുടെ MLA അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് തിരിഞ്ഞ് നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ തിരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ നന്ദിനിക്ക് ആരാന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മുടെ നന്ദിനി വിളിക്കുവാണ് കേട്ടോ. ആരാന്ന് ചോദിക്കുമ്പോഴത്തേനും തിരിഞ്ഞ് നോക്കുമ്പോൾ MLA വാസവനാണ്. അപ്പോൾ നമ്മുടെ നന്ദിനി അകത്തേക്ക് കയറിപ്പോയിട്ട് അച്ഛനോട് ഇങ്ങനെ പറയുവാണ്, അച്ഛാ MLA ആണ് വന്നിരിക്കുന്നതെന്ന് പറയുവാണ്. അപ്പോൾ പിന്നെ എല്ലാവരും ഉമ്മറത്തേക്ക് ഇറങ്ങി പോവാണ് കേട്ടോ. നമ്മുടെ മാഷ് അകത്തേക്ക് കയറിയിരിക്കാൻ പറഞ്ഞെങ്കിലും അദ്ദേഹം കയറുന്നില്ല കേട്ടോ, വെളിയിൽ തന്നെ നിൽക്കുവാണ്. അന്നേരം ഇങ്ങനെ പറയുവാണ്, വിക്രം അടിച്ചു കൊല്ലാറാക്കി ജയിലിൽ കിടക്കുന്നത് എൻ്റെ മകനാണ്. അപ്പോൾ എൻ്റെ നല്ലൊരു പിൻഗാമിയായിട്ട് വരേണ്ടവനായിരുന്നു. എന്തൊരു കാര്യം പറഞ്ഞാലും അത് വെടിപ്പായിട്ട് ചെയ്യുന്നവനായിരുന്നു. അവനെയാണ് നിങ്ങളുടെ മകൻ വിക്രം കൊല്ലാറാക്കി കിടക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ മകൻ്റെ ഫോട്ടോ ഞാനിപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അദ്ദേഹം ഫോണിൽ ഫോട്ടോ കാണിച്ചു കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ ആ ഫോട്ടോ കാണുമ്പോഴത്തേനും അവർക്കെല്ലാം ഭയങ്കരമായിട്ടൊരു ഇതാവുന്നുണ്ട്. കാരണം അത്രയ്ക്ക് അവശതയായിട്ടുള്ളൊരു നിലയിലാണ് ഇത് നമ്മുടെ ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുന്നതായിട്ടുള്ള ഫോട്ടോ അവരെ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ MLA ആണെങ്കിൽ മകനെ വലിയ കാര്യത്തിൽ പൊക്കി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ MLA പറയും, എന്തെങ്കിലും പക മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നുണ്ടായിരുന്നെങ്കിൽ വെറും ഒരു ചായ ഗ്ലാസ് തട്ടിമറിച്ചതിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നോ മാഷേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ? ഞാനവനെ ശിക്ഷിക്കില്ലായിരുന്നോ? അതുമല്ലായിരുന്നെങ്കിൽ ഇവിടെ കോടതി നിയമവും ഒക്കെ ഇല്ലേ, അങ്ങനെ ചെയ്താൽ പോരായിരുന്നോ എന്നിങ്ങനെ പറയുവാണ്. അല്ലാത്തൊരു സ്ഥലം പോലും ഇനി അവൻ്റെ ദേഹത്ത് ബാക്കിയില്ല. ഈ ഒരു വടി വെച്ചിട്ടാണ് നിങ്ങളുടെ മകൻ വിക്രം ആഞ്ഞടിച്ചത്. MLA ദേഷ്യത്തിൽ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ നിങ്ങളെല്ലാവരെയും വീട്ടിലിട്ട് പച്ചയ്ക്ക് കത്തിക്കുവാണ് ഞാൻ ചെയ്യേണ്ടത് എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കേൾക്കുമ്പോഴത്തേനും നമ്മുടെ വിക്രമിൻ്റെ വീട്ടുകാരെല്ലാവരും കൂടെ ഇങ്ങനെ ഞെട്ടി നിൽക്കുവാണ്. ഏടാ, ഇതിന് നിങ്ങൾ നിങ്ങളുടെ മരുമകളോടാണ് നന്ദി പറയേണ്ടത്. കാര്യം എല്ലാവരുടെയും ശ്വാസം മുട്ടിയുള്ള മരണത്തിൽ നിന്ന് വേദ നിങ്ങളെല്ലാവരും രക്ഷിച്ചില്ലേ, നിങ്ങളുടെ മരുമകളോട് നിങ്ങൾ നന്ദി പറയുവാണ് വേണ്ടത്. പക്ഷേ ഇപ്പം ഞാൻ വന്നതൊരു കാര്യം പറയാൻ വേണ്ടിയാണ്. എനിക്ക് വേദയോടൊരു കാര്യം പറയാനാണ്. വേദ, നീ എന്ത് വന്നാലും സാക്ഷിമൊഴി മാറ്റി പറയരുത്. ഇവരുടെ ആരുടെയും വാക്ക് കേട്ട് നീ സാക്ഷിമൊഴി മാറരുത് എന്നിങ്ങനെ പറയൂ കേട്ടോ. അവനെങ്ങനെ പോയാലും ജയിലിൽ തന്നെ വരണം. ഇത്രയും നാളും പൂജപ്പുരയിലല്ലേ കിടന്നത്, കണ്ണൂർ ജയിൽ എന്താണെന്ന് അവൻ അറിയണം എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. ജയിലിൽ വെച്ചും അവൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും, പക്ഷേ കുട്ടിയുടെ സത്യസന്ധത എനിക്കിഷ്ടപ്പെട്ടു എന്നും പറഞ്ഞിട്ട് MLA തിരിഞ്ഞു പോകാൻ പോകുമ്പോഴത്തേനും നമ്മുടെ വേദ പറയും, സാർ അങ്ങനെ അങ്ങ് പോയാലോ, അവിടെ നിന്നേ എനിക്ക് പറയാനുള്ളതും കൂടെ ഞാൻ പറയട്ടെ. നിങ്ങളിപ്പം വന്നത് എന്നോട് നന്ദി പറയാനൊന്നും അല്ലെന്ന് എനിക്കറിയാം. ഇപ്പോൾ ഈ പ്രസംഗം മുഴുവൻ നടത്തിയത് നിങ്ങളീ പറഞ്ഞതെല്ലാം ഞാൻ എൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെ വേദ MLAയോട് പറയുവാണേ. അപ്പോൾ ആ പറയുന്നത് നമ്മുടെ അച്ഛനക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ വേദ പറയും, നാളെ ഞാനിത് ഒരു മീഡിയയ്ക്ക്, നിങ്ങളുടെ ഈ സംഭാഷണം ഒരു മീഡിയയ്ക്ക് കൊടുത്തിട്ട് ചർച്ചയ്ക്കിട്ടാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളും നിങ്ങളുടെ പാർട്ടി അണിയറ പ്രവർത്തകരും നല്ല രീതിയിൽ വേർക്കേണ്ടി വരുമെന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വാസവൻ പറയും, മോള് വെറുതെ തെറ്റിദ്ധരിച്ചതാണ്. ഇതിലും വലിയ കേസിൽ ഞാൻ പെട്ട് കിടന്നിട്ടും എന്നെ ഒന്നും ചെയ്യാനോ എൻ്റെ രാഷ്ട്രീയ ഭാവി തുലയ്ക്കാനോ ആരെക്കൊണ്ടും ഒന്നും പറ്റിയിട്ടില്ല എന്നിങ്ങനെ പറയൂ കേട്ടോ. പണ്ടൊരു കാലത്ത് ഇതിലും വലിയൊരു കേസിൽ എൻ്റെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് എന്നെ പിടിച്ചിട്ടും എനിക്ക് എൻ്റെ ഭാഗത്തുനിന്നോ പോലീസിൻ്റെ ഭാഗത്തുനിന്നോ എന്നെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നിങ്ങനെ നമ്മുടെ വേദയോട് നമ്മുടെ MLA പറയുവാണ് കേട്ടോ. എന്തായാലും എനിക്കിതിലൊന്നും ഒരു പേടിയുമില്ല, മോളെന്താണേലും സാക്ഷി പറയുക. അപ്പോൾ അതിൻ്റെ ബാക്കി എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം എന്നിങ്ങനെ നമ്മുടെ MLA പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് കയ്യും കൂപ്പിയിട്ടേ നമ്മുടെ വേദയോട് ഇങ്ങനെ പറയുവാണ്. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പോകാനായിട്ട് ഒരുങ്ങുവാണ് കേട്ടോ. നമ്മുടെ മാഷാണേലും അമ്മയാണേലും ഈ വേദ പറയുന്നതും MLA പറയുന്നതും എല്ലാം കേട്ടിങ്ങനെ ഞെട്ടി നിൽക്കുവാണ് കേട്ടോ. നമ്മുടെ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടമാണ്. കാരണം വേദ നമ്മുടെ വിക്രമിനെതിരെ സാക്ഷി പറയുന്നതൊക്കെ ഓർത്തിട്ട് ഭയങ്കര സങ്കടമാണ് കേട്ടോ നമ്മുടെ അമ്മയ്ക്ക് അവിടെ കാണുന്നത്. നമ്മുടെ കമലമ്മയാണെങ്കിലും മാഷിനോടൊരു, മാഷെ ഒരു തരത്തിലും നമ്മൾ ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ വേദ ഇങ്ങനെ പറയുവാണ്, അമ്മ ഇതൊക്കെ വെറും ഭീഷണിയാണ്, അമ്മ ഇതിനൊക്കെ ഇങ്ങനെ പേടിക്കേണ്ട കാര്യമുണ്ടോ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ നമ്മുടെ കമലമ്മയാണെങ്കിൽ പറയലും, നീ വെല്ലുവിളിച്ചതല്ലേ, ഇനി എന്തൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് കണ്ടിരുന്ന് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അമ്മ ഇങ്ങനെ അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ശ്രീജി ആണെങ്കിലും വിശ്വനാണേലും അമ്മയുടെ പിറകെ അകത്തേക്ക് കയറി പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്.
നമ്മുടെ മാഷാണെങ്കിൽ നമ്മുടെ വേദയോട് പറയുന്നുണ്ട്, നീ വിഷമിക്കേണ്ട മോളെ, നമ്മുടെ കമലയെ നിനക്കറിയാൻ മേലെ, ഇപ്പോൾ ഈ പറയുന്ന ഓരോന്നിനും അവൾ നാളെ അതോർത്ത് വിഷമിക്കേണ്ടി വരുമെന്നിങ്ങനെ നമ്മുടെ മാഷ് വേദയോട് പറയുവാണ്. എന്നിട്ട് മാഷും അകത്തേക്ക് കയറി പോകട്ടോ. നമുക്ക് ഇനി അടുത്ത നെക്സ്റ്റ് വീക്ക് പ്രൊമോ വന്നിട്ടുണ്ടേ. ആ പ്രൊമോയിൽ കാണിക്കുന്ന നമ്മുടെ ദർശനാണെങ്കിലേ നമ്മുടെ വിക്രത്തിനെ ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മുടെ വേദയാണെങ്കിൽ ദർശനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ദർശൻ പിന്മാറുന്നില്ല കേട്ടോ. പിന്നീട് കാണിക്കുന്ന നമ്മുടെ വേദ ഇങ്ങനെ മനസ്സിലോർക്കും, ഞാൻ ഈ ചെയ്യുന്നത് എന്തിനാണെന്ന് നമ്മുടെ വിക്രമെങ്കിലും അറിയണമെന്നും പറഞ്ഞിട്ട് വേദ വിക്രമിനോട് പറയാൻ ഒരുങ്ങുവാണ് കേട്ടോ. വിക്രമിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്തതെന്നൊക്കെ. അപ്പം വിക്രം ചോദിക്കുന്നുണ്ട്, എന്തിനാണ് വേദ നീ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ CSR അങ്ങോട്ട് വന്നിട്ട് പറയാം, മതി മതി എന്നും പറഞ്ഞിട്ട് നമ്മുടെ വിക്രത്തിനെ കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വേദ വിക്രത്തിനോട് പറഞ്ഞിട്ടുണ്ടോ ഒന്നും അറിയില്ല. പിന്നീട് നമ്മുടെ വേദയെ തട്ടിക്കൊണ്ട് പോകുന്നത് കാണിക്കുന്നുണ്ട് MLA വാസുവിൻ്റെ ആൾക്കാർ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന്